Dear aspirants, welcome to Zodiac Academy. നമ്മൾ 24th April 2022 കണ്ടക്ട് ചെയ്ത സെസ് SET സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ്റെ ആൻസർ കീ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോഡിയാക് അക്കാഡമിയിൽ നമ്മൾ SETയുടെ സെക്കൻഡ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ അവർ SET. ഇതുവരെ നമ്മളുടെ SET ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലാത്ത എല്ലാ കാൻഡിഡേറ്റ്സിനും സോഡിയാക് അക്കാഡമിയുടെ ഈ ഒരു ഇൻറ്റൻസീവ് കോഴ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് വരാം. അവർ സെസ് SET സെക്കൻഡ് ഫേസ് ആൻസർ കീ ഡിസ്കഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനോഫോസ്ഫറസ് പോയ്സണിങ് എക്സെപ്റ്റ്. അപ്പോൾ ഇത് നമുക്കൊരു ന്യൂമോണിക്സ് വെച്ചിട്ട് നമുക്ക് ഓർക്കാവുന്നേ ഉള്ളൂ. ഡംബൽസ് എന്നതാണ് നമ്മളുടെ ന്യൂമോണിക്സ്. ഡംബൽസ്, ഓക്കെ. അതായത് ഡയേറിയ, യൂറിനേഷൻ, ഓക്കെ. മയോസിസ്, ദാറ്റ് മീൻസ് പിൻ പോയിന്റ് പീപ്പിൾ, and B for bronchospasm and also bradycardia, okay. E for emesis, L for lacrimation, S for salivation. അപ്പോൾ ഇവിടെ ഹൈപ്പർ വെന്റിലേഷൻ ഞാൻ ഈ പറഞ്ഞ ആ ന്യൂമോണിക്സിൽ വന്നിട്ടില്ല, ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ വന്നിട്ടില്ല. സോ ഹൈപ്പർ വെന്റിലേഷൻ ആണ് നമ്മളുടെ ആൻസർ. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ, ഓക്കെ. എ ഓപ്ഷൻ ഹൈപ്പർ വെന്റിലേഷൻ ആണ് ആൻസർ. ഹൈപ്പർ വെന്റിലേഷൻ, ഓക്കെ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റിഗാർഡിംഗ് ദ റിക്വസ്റ്റ് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ഡൊണേഷൻ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ദ നെറ്റ്സ് നീഡ്സ് ടു അവെയർ ദാറ്റ്. ഒരു ലെങ്തി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സി ഓപ്ഷൻ ആണ്. സ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് പേഴ്സണൽ മേക്ക് ദ റിക്വസ്റ്റ്. ബാക്കിയെല്ലാം ഇതിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്കറിയാം, നമുക്കൊരു ഓർഗൻ ഡൊണേഷൻ ആക്ട് ഉണ്ട്, ഒരു ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂ ഡൊണേഷൻ ആക്ട്, അല്ലെങ്കിൽ ഡൊണേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂ ആക്ട്. 1994 നമുക്ക് ആ ഒരു ആക്ട് എനാക്ട് ചെയ്യപ്പെട്ടത്. 1994, ഓക്കെ. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ August 13 നമ്മൾ വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ്, ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, എ പേഷ്യൻറ്റ് who is in unresponsive situation is reported to the emergency triage with unknown history. On assessment, it is found respiration are deep and rapid. ABG value are pH 7.20, PCO2 21 mm of mercury, partial pressure of oxygen 92 mm of mercury, bicarbonate 8. You interpret these values to indicate. അപ്പോൾ നമുക്കിവിടെ റോ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ഞാൻ ആൾറെഡി തന്നെ ഈ റോ മെത്തേഡ് ഒരുപാട് ഡിസ്കഷൻസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓക്കെ. അതായത് റെസ്പിറേറ്ററി ഓപ്പോസിറ്റ്, മെറ്റബോളിക് ഈക്വൽ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. അതായത് pH തന്നിട്ടുണ്ട് 7.20, ഓക്കെ. ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ളത് 21 mm ഓഫ് മെർക്കുറി ആണ്. അതേപോലെ തന്നെ ബൈകാർബണേറ്റിൻ്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ 8 ആണ്, ഓക്കെ. അപ്പോൾ ഇവിടെ pH ഇവിടെ 7.35 താഴെയാണ്. നോർമൽ 7.35 to 7.45 ആണ്, അതിൽ താഴെയാണ്. അപ്പോൾ ഇവിടെ അസിഡോസിസ് ആണ് പറയുന്നത്, ഓക്കെ. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം 35 to 45 mm ഓഫ് മെർക്കുറി ആണ്. അതും ഇവിടെ ലോവറിംഗ് ട്രെൻഡാണ് കാണിക്കുന്നത്, 21 ആണ്, ഓക്കെ. ബൈകാർബണേറ്റ് 22 to 26 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. അതും ഇവിടെ ഒരു ഡിക്രീസിങ് വാല്യൂ ആണ് കാണിക്കുന്നത്, ഓക്കെ. റെസ്പിറേറ്ററി ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ റെസ്പിറേറ്ററിക്ക് pHഉം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡുമാണ് എടുക്കുന്നത്. അത് പക്ഷേ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരേണ്ടത്. pH കുറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാണ് നിൽക്കേണ്ടത്. അപ്പം നമുക്ക് റെസ്പിറേറ്ററി അല്ലെന്ന് ഉറപ്പിക്കാം, ഓക്കെ. അപ്പോൾ ഇത് മെറ്റബോളിക് ആണ്, മെറ്റബോളിക് ഈക്വൽ ആണ്. ഇവിടെ അസിഡോസിസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. സോ അസിഡോസിസ്, മെറ്റബോളിക് അസിഡോസിസ് ആണ് നമ്മളുടെ ആൻസർ. മെറ്റബോളിക് അസിഡോസിസ്, ബി ഓപ്ഷൻ ആണ് നമ്മളുടെ ആൻസർ. ബി ഓപ്ഷൻ, മെറ്റബോളിക് അസിഡോസിസ്, ഓക്കെ. ഇനി നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, the substances that cause tissue necrosis and damage particularly when extravasated are. ഇത് നമ്മളുടെ ആൻസർ എന്താണ്? വെസിക്കൻസ് ആണ് ആൻസർ. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം. അതേപോലെ തന്നെ എ ഓപ്ഷൻ അപ്പോപ്ടോസിസ്, അതും പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രോഗ്രാംഡ് സെൽ ഡെത്ത്, അതിനെയാണ് അപ്പോടോപ്സിസ് എന്ന് പറയുന്നത്, പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. ഇനി നമ്മളുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനോട്ട് പോകാം. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് സി, വെസിക്കൻസ്. ഇനി നമ്മളുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. അത് ഇതും പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. തിയോഡർ ഫ്ലേറ്റ്നർ ആണ്, ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഫസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വിർജീനിയ ഹെൻഡേഴ്സൺ. നമുക്കറിയാം ദ
ഫസ്റ്റ് ലേഡി ഓഫ് നഴ്സിംഗ് എന്ന് വിളിക്കപ്പെടുന്ന വിർജീനിയ ഹെൻഡേഴ്സന്റെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള നഴ്സിംഗിന്റെ ഡെഫിനിഷൻ ഒക്കെ നമുക്കറിയാം. ഓക്കെ, അതേപോലെ തന്നെ മോഡേൺ നൈറ്റിംഗേൽ എന്നൊക്കെ വിളിക്കപ്പെടുന്നതാണ് ആര്? വിർജീനിയ ഹെൻഡേഴ്സൺ. ഓക്കെ, ഫൗണ്ടർ ഓഫ് നഴ്സിംഗ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണെന്ന് അറിയാം നമുക്ക്. ഓക്കെ, അപ്പോൾ 5th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ബി ആണ്. ഇനി നമ്മുടെ 6th ക്വസ്റ്റ്യൻ. ഓക്കെ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ വർക്ക് പ്ലേസ് ഇൻക്ലൂഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂസ് ലാംഗ്വേജ് ദാറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ് വരുന്നതാണ് അതിനകത്ത്. ഓക്കെ, ഡു നോട്ട് റിപ്പീറ്റ് ഫ്രേസസ്. പക്ഷേ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഫ്രേസസ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഡു നോട്ട് യൂസ് ഇൻഡയറക്റ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ചില സന്ദർഭങ്ങളിൽ അവിടെ ഡു നോട്ട് യൂസ് ഇൻഡയറക്റ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതവിടെ കറക്റ്റായിട്ടുള്ളതാണ്. നമ്മളവിടെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് അവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ സെക്കൻഡ് വൺ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഡി, എൻകറേജ് ഫീഡ്ബാക്ക്, അതും വേണ്ട ഒന്നാണ്. അപ്പോൾ യൂസ് ലാംഗ്വേജ് ദാറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ്. അതേപോലെ തന്നെ ഡു നോട്ട് യൂസ് ഇൻഡയറക്റ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് ശരിയാണ്. പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡു നോട്ട് യൂസ് ഇൻഡയറക്റ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എൻകറേജ് ഫീഡ്ബാക്ക്, അതും ശരിയാണ്, ആ പ്രിൻസിപ്പിൾ വരുന്നത് തന്നെയാണ്. പക്ഷേ ഡു നോട്ട് റിപ്പീറ്റ് ഫ്രേസസ് അതിനകത്ത് വരുന്നതല്ല. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എയും സിയും ഡിയുമാണ്. അപ്പോൾ എയും സിയും ഡിയും വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ സി ആണ് നമ്മളുടെ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമ്മളുടെ 7th ക്വസ്റ്റ്യൻ. വിച്ച് പ്ലേസ് ഓഫ് ദ നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഫോക്കസ് ടു ഡെവലപ്പ് ക്ലാരിറ്റി അബൌട്ട് ദ പേഷ്യൻസ് preconceptions and expectations of nurses and develop acceptance of each other and respond to people who can offer help is. ഇത് നമ്മളുടെ ഹിൽഡിഗാർഡ് പെപ്ലോഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അതിനകത്ത് വർക്കിംഗ് ഫേസ് അല്ലെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഫേസിൻ്റെ ഡെഫിനിഷനായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഫേസ് അല്ലെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഫേസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹിയർ ദ nurse patient relationship which focus to develop clarity about the patient's preconceptions and expectations of nurses and develop acceptance of each other and respond to people who can offer help എന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ ഫേസ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വർക്കിംഗ് ഫേസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഹിൽഡിഗാർഡ് പെപ്ലോഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ 7th ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. വർക്കിംഗ് ഫേസ് ആണ് നമ്മുടെ ആൻസർ, അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഫേസ് ആണ്. 8th ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സൈറ്റേറ്ററി അമിനോ ആസിഡ് റിസപ്റ്റർ ആൻറ്റഗണിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ഓപ്ഷൻ ആണ്. നമ്മളുടെ ഫെൻസൈക്ലിൻ ആണ് നമ്മളുടെ എക്സൈറ്റേറ്ററി അമിനോ ആസിഡ് റിസപ്റ്റർ ആൻറ്റഗണിസ്റ്റ് എന്ന് പറയുന്നത്. ഫെൻസൈക്ലിൻ, എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, ഇനി നമ്മളുടെ 9th ക്വസ്റ്റ്യൻ. വെൻ ഇൻസ്ട്രക്ടിങ് എ പേഷ്യൻറ്റ് അബൌട്ട് പ്രോപ്പർ ഡയറ്റ് വിച്ച് എമംഗ് ദ ഫോളോയിങ് വുഡ് കൺസിഡർഡ് ആസ് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത് ഏതാണ്? നമ്മളുടെ എഗ്ഗിനെയാണ് നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. ഏതാണ്ട് നമ്മളുടെ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം തന്നെ ഈ എഗ്ഗിനകത്തുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ വാല്യൂ ആൾമോസ്റ്റ് 100 ആണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം തന്നെ നമ്മൾ എഗ്ഗിനെ എന്തായിട്ട് വിളിക്കുന്നു? ഒരു റെഫറൻസ് പ്രോട്ടീൻ ആയിട്ട് വിളിക്കുന്നു. അപ്പോൾ എഗ്ഗാണ് നമ്മളുടെ ആൻസർ. പക്ഷേ ഒരു കാര്യം, എഗ്ഗിൽ വൈറ്റമിൻ സി ഇല്ല. ദ വൈറ്റമിൻ വിച്ച് ഡെഫിഷ്യൻറ്റ് ഇൻ എഗ്, ദാറ്റ് ഈസ് വൈറ്റമിൻ സി. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ സി ഓപ്ഷൻ വന്നതുകൊണ്ട് ഞാനെങ്കിൽ പറഞ്ഞാണ് വൈറ്റമിൻ സി വിച്ച് ഈസ് ഡെഫിഷ്യൻറ്റ് ഇൻ എഗ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ദ എന്താണ്? ഇറ്റ് ഈസ് വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് ദ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? എഗ്ഗിനെയാണ്. ഓക്കെ, നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ് നമ്മളുടെ റൈറ്റ് ഓപ്ഷൻ. അവർ 10th ക്വസ്റ്റ്യൻ. നഴ്സിംഗ് ഓഡിറ്റ് ഈസ് യൂസ്ഡ് ടു, നമുക്കറിയാം ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടു അസസ് ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ. അത് അസസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവർ പ്രാക്ടീസ് ആണ് ദിസ് നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ എ ആണ്. 11th ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് സ്പൈനൽ അനസ്തേഷ്യ. ഇത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹൈപ്പോടെൻഷൻ ആണ് ഈ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ആൻസർ. ഹൈപ്പോടെൻഷൻ ഈസ് ദ കോംപ്ലിക്കേഷൻ ഓഫ് സ്പൈനൽ അനസ്തേഷ്യ. ഹൈപ്പോടെൻഷൻ ആണ് ആൻസർ. നമ്മളുടെ ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ.
ഇനി നമ്മുടെ 11th ക്വസ്റ്റിനോട് സോറി 11th ക്വസ്റ്റിൻ്റെ ആൻസർ ഹൈപ്പോടെൻഷൻ നമ്മളുടെ ബി ഓപ്ഷൻ ആണ്. നമ്മളുടെ 12th ക്വസ്റ്റിനോട് പോകാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ് ഈസ് recommended for adults as a safe site for the majority of intramuscular injection? ഇതും എത്രയോ പരീക്ഷകൾ നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മളുടെ വെൻട്രോഗ്ലൂട്ടിയൽ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇൻഫൻറ്റിലും ടോളറിലും നമ്മൾ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് വാസ്റ്റസ് ലാട്രാലിസ് സൈറ്റ് ആണ്. ഓക്കെ, വാസ്റ്റസ് ലാട്രാലിസ് ആണ് ഇൻഫൻറ്റ് ആൻഡ് ടോളർ. നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് വെൻട്രോഗ്ലൂട്ടിയൽ. ഇൻ ദിസ് അഡൾട്ട് എ ഓപ്ഷനാണ് റൈറ്റ് വൺ. ഇനി നമ്മുടെ 13th ക്വസ്റ്റ്യൻ. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ആർ ദ ബാരിയേഴ്സ് ഓഫ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബാരിയേഴ്സ് ഓഫ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ അല്ല, തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്. ഓക്കെ, ടു മെനി ക്വസ്റ്റ്യൻ ബാരിയർ ആണോ? ഓക്കെ, ടു മെനി ക്വസ്റ്റ്യൻസ്, അസർട്ടീവ് സ്റ്റൈൽ, ഓക്കെ, സ്റ്റീരിയോ ടൈപ്പിംഗ്, ഓക്കെ, പാട്രണൈസിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിൻ്റെ ബാരിയർ ആയിട്ട് എടുത്തു പറയുന്നത് ഏതാണ്? സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. നമ്മളുടെ ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. സോറി, സി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. സ്റ്റീരിയോ ടൈപ്പിംഗ് ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, ബാരിയർ ഓഫ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് സ്റ്റീരിയോ ടൈപ്പിംഗ്. നമ്മളുടെ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ്റെ തിയറി ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. ഇനി നമ്മളുടെ 14th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫീച്ചേഴ്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്? ഗ്രൂപ്പ് ആക്ടിവിറ്റി, ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, സ്റ്റാഫ് അപ്രൈസൽ, ഫ്ലെക്സിബിലിറ്റി. കളക്റ്റീവ് ബാർഗനിങ് വരാത്തത് ഏതാണ് എന്നാണ്. അതിനകത്ത് സ്റ്റാഫ് അപ്രൈസൽ ഒരിക്കലും വരുന്നില്ല. സ്റ്റാഫ് അപ്രൈസൽ വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കളക്റ്റീവ് ബാർഗനിങ്. അതാണ് നമ്മുടെ 14th ക്വസ്റ്റ്യൻ. നമ്മുടെ 15th ക്വസ്റ്റ്യനോട്ട് വരാം. അപ്പോൾ ആൻസർ സി ആണ് റൈറ്റ് ഓപ്ഷൻ. ഇനി നമ്മളുടെ 15th ക്വസ്റ്റ്യനോട്ട് വരാം. അൺകോർഡിനേറ്റഡ് മൂവ്മെന്റ്സ് ഓഫ് ദ എക്സ്ട്രിമിറ്റീസ് ഇൻ എ പേഷ്യന്റ് വിത്ത് എ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചറി ഈസ് ടേംഡ് ആസ്. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ആൻസർ അറ്റാക്സിയ ആണ്. നമുക്ക് തിയറി ക്ലാസ്സുകൾ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കണം. അറ്റാക്സിയ. ഓക്കെ, അറ്റാക്സിയ ആണ് ആൻസർ. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, ഇനി നമ്മളുടെ 16th ക്വസ്റ്റ്യനോട്ട് പോകാം. 16th ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈൻസ് ഈസ് ഇൻ എ ചൈൽഡ് വിത്ത് മെനിഞ്ചൈറ്റിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെയിൻ ഓർ റെസിസ്റ്റൻസ് ഓൺ എക്സ്റ്റെൻഡിങ് ലെഗ്സ് അറ്റ് ദ നീ വെൻ ദ ചൈൽഡ് ഈസ് ഇൻ ലൈങ് സൂപ്പൈൻ പൊസിഷൻ? ഇതും നമ്മൾ സ്ഥിരം കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കെർണിക് സൈനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രൂഡ്സിൻസ്കി സൈനും കെർണിക് സൈനും സ്ഥിരം നമ്മൾ ഈ മെനിഞ്ചൈറ്റിസ് റിലേറ്റഡ് ആയിട്ട് നമ്മളുടെ സ്ഥിരം പരീക്ഷകൾ കാണുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കെർണിക് സൈൻ ആണ്. അതേപോലെ തന്നെ ബ്രൂഡ്സിൻസ്കി സൈൻ. ഈ മഗീവൻ സൈൻ കാണുന്നത് എവിടെയാണ്? അതാണ് ക്രാക്ക്ഡ് പോർട്ട് സൈൻ. അത് കാണുന്നത് ഹൈഡ്രോസഫാരസിലാണ്. അതേപോലെ തന്നെ ഷോസ്റ്റെക് സൈൻ കാണുന്നത് നമ്മുടെ ടെറ്റനയിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളുടെ ഇവിടുത്തെ ആൻസർ ബി ആണ്. ആൻസർ ബി. അവിടെ ആൻസർ ബി നമുക്ക് എടുത്ത് പറയാം. ആൻസർ ബി ഹിയർ നമ്മളുടെ എന്താണ് കെർണിക് സൈൻ ആണ് ആൻസർ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ആ ഒരു ഫിഗറിൽ ഫസ്റ്റ് കാണുന്നതാണ് നമ്മളുടെ ബ്രൂഡ്സിൻസ്കി സൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ നെക്ക് സ്റ്റിഫ്നെസ് കൊണ്ട് നമുക്കറിയാം, നെക്കൽ റിജിഡിറ്റി ഒക്കെ ഈ മെനിഞ്ചൈറ്റിസിനകത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം. അവിടെ സിവിയർ നെക്ക് സ്റ്റിഫ്നെസ് വിച്ച് കോസസ് ദ പേഷ്യൻറ്റ് ടു നമ്മളിപ്പോൾ ഈ നെക്ക് ഫ്ലെക്സ് ചെയ്യുമ്പം വിച്ച് ഫോഴ്സസ് ദ പേഷ്യൻറ്റ് ടു ഫ്ലെക്സ് ഹിപ്പ് ആൻഡ് ആൾസോ നീസ്. അതാണ് ബ്രൂഡ്സിൻസ്കി സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് കെർണിക് സൈൻ. മറ്റൊരു സൈൻ ആണ് ഇൻ ദിസ് മെനിഞ്ചൈറ്റിസ്. ഇവിടെ ബിക്കോസ് ഓഫ് ദ സിവിയർ സ്റ്റിഫ്നെസ് ഓഫ് ദ ഹാംസ്ട്രിങ്സ് വിച്ച് കോസസ് ഇനബിലിറ്റി ടു സ്ട്രൈറ്റൻ ദ ലെഗ്. ഓക്കെ, അതാണ് കെർണിക് സൈൻ. നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കെർണിക് സൈൻ ആയിരുന്നു. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. പത്തോളജി സീൻ ഇൻ അൾഷിമേഴ്സ് ഡിസീസ് ഈസ് ഡീജനറേഷൻ ഓഫ്. അത് പരേറ്റൽ ആൻഡ് ടെമ്പറൽ ലോബിലെ ഡീജനറേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. എ ഓപ്ഷൻ. സോറി. ഇനി അവർ 18th ക്വസ്റ്റ്യൻ. A 42-year-old male client is to undergo lumbar puncture. Which of the following is the least important information about lumbar puncture? ലീസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലീസ്റ്റ് അവിടെ നമ്മൾ ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ വെച്ചിട്ട് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയർ. ആഫ്റ്റർ ദ പ്രൊസീജിയർ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് തെറ്റായിട്ടുള്ള ഒന്നാണ്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ് യൂസ്ഡ് ടു വിഡ്രോ ദിസ് CSF കറക്റ്റ് ആണ്. സ്പെസിമെൻ ഒബ്റ്റൈൻ ടു ബി ലേബിൾഡ് ഇൻ ദെയർ പ്രോപ്പർ സീക്വൻസ് അത് കറക്റ്റ് ആണ്.
അതേപോലെ തന്നെ അസസ് മൂവ്മെന്റ്സ് ആൻഡ് സെൻസേഷൻ ഇൻ ദ ലോവർ എക്സ്ട്രിമിറ്റീസ് ആഫ്റ്റർ ദ പ്രൊസീജിയർ, അതും കറക്റ്റാണ്. ഇതിൻ്റെ സൈറ്റൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. L3 ആൻഡ് L4 ആണ് അഡൾട്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഇൻഫൻറ്റിൽ അത് L4 to L5 ആണ് ആ സൈറ്റ് പറയുന്നത്. ആ സൈറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ലംബാർ പങ്ക്ചർ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സൈറ്റ്. ഓക്കെ ഓക്കെ, സൈറ്റ് അല്ല ആ ഒരു സൈറ്റ് അത് തന്നെ L3 to L4 ആണ്. ഓക്കെ, ഇനി നമ്മളുടെ അത് അപ്പോൾ നമ്മളുടെ 18th ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ്, സി ഓപ്ഷൻ ആണ്. ഇനി 19th ക്വസ്റ്റ്യൻ, എ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ പേഷ്യൻറ്റ് വിത്ത് മൈസ്തേനിയ ഗ്രാവിസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നഴ്സിംഗ് ഡയഗ്നോസിസ് ഈസ് പ്രിയോറിറ്റി വിച്ച് നീഡ്സ് ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചത്. കാര്യം ഇവിടെ പാരാലിസിസ് ഓഫ് ദിസ് റെസ്പിറേറ്ററി മസിൽസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ ഇൻഇഫക്റ്റീവ് കോപ്പിംഗ് റിലേറ്റഡ് ടു ഇൽനസ്. ഓക്കെ, ഇൻഇഫക്റ്റീവ് കോപ്പിംഗ്, സോറി, വെരി സോറി, ഇൻഇഫക്റ്റീവ് എയർവേ ക്ലിയറൻസ്, ഇൻഇഫക്റ്റീവ് എയർവേ ക്ലിയറൻസ് റെസ്പിറേറ്ററി മസിൽസിൻ്റെ പാരാലിസിസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സി ഓപ്ഷൻ എടുക്കാം, ഇൻഇഫക്റ്റീവ് എയർവേ ക്ലിയറൻസ് റിലേറ്റഡ് ടു മസിൽ വീക്ക്നെസ്. ഓക്കെ, ഇനി നമ്മളുടെ 20th ക്വസ്റ്റ്യൻ, പാർക്കിൻസൺസ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതൊക്കെ സ്ഥിരം നമ്മൾ പരീക്ഷകൾക്ക് കണ്ട സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചത്. അത് നമ്മളുടെ ഡോപ്പമിൻ ആണ് ആൻസർ. ഡോപ്പമിൻ ഈസ് ദ റൈറ്റ് വൺ. ഡോപ്പമിൻ ഈസ് ദ റൈറ്റ് വൺ. ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ, ഡോപ്പമിൻ. ഓക്കെ, ഇനി നമ്മളുടെ 21st ക്വസ്റ്റ്യൻ, മെഡിക്കൽ മാനേജ്മെന്റ് ഫോർ ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്ലൂഡ്സ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. അഡ്മിനിസ്റ്റർ ഹാഫ് സ്ട്രെങ്ത് സലൈൻ, അഡ്മിനിസ്റ്റർ പ്ലാസ്മ വോളിയം എക്സ്പാൻഡേഴ്സ്, അഡ്മിനിസ്റ്റർ മാനിറ്റോൾ. ഓക്കെ, റെഡ്യൂസ് ദ നമ്പർ ഓഫ് ബ്രീത്ത്സ് ഇൻ ദ വെന്റിലേറ്റർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അഡ്മിനിസ്റ്റർ മാനിറ്റോൾ, അവർ ഓസ്മോട്ടിക് ഡയററ്റിക് ആണ് അവിടുത്തെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഇനി നമ്മളുടെ 22nd ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എഡിമ ഓഫ് ഒപ്റ്റിക് നെർവ്. ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എഡിമ ഓഫ് ദിസ് ഒപ്റ്റിക് നെർവ് ദാറ്റ് ഈസ് കാൾഡ് പാപ്ലിഡിമ. ഓക്കെ, പാപ്ലിഡിമ ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, നമ്മളുടെ 23rd ക്വസ്റ്റ്യൻ, 23rd, ഡിജോക്സിൻ എന്താണ്? അതൊരു കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ് നമ്മളുടെ ഡിജോക്സിൻ എന്ന് പറയുന്നത്. ഡിജോക്സിൻ, കാർഡിയാക് ഗ്ലൈക്കോസൈഡ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നമ്മുടെ തിയറി ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാം. അവർ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ഈസ് ഡിജോക്സിൻ. ഇതിൻ്റെ തെറാപ്യൂട്ടിക് ലെവൽ, തെറാപ്യൂട്ടിക് റേഞ്ച്, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പിക്കൽ പൾസ് 60 ബീറ്റ്സ് പെർ മിനിറ്റിൽ താഴെ ആയിക്കഴിഞ്ഞാൽ വി ആർ നെവർ അഡ്മിനിസ്ട്രിങ് ദിസ് ഡിജോക്സിൻ. അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ അടുത്ത് നമ്മൾ അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷമേ അത് അഡ്മിനിസ്ട്രേഷനിലോട്ടുള്ള കാര്യത്തിലൂടെ നമ്മൾ കടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിജോക്സിൻ അത് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ്. നമ്മളുടെ ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ, ബി ഓപ്ഷൻ. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ. നമ്മളുടെ 24th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഓർ റിസ്ക് ഫാക്ടർ ഫോർ കാർഡിയാക് അറസ്റ്റ്. ഓക്കെ, കാർഡിയാക് അറസ്റ്റിൻ്റെ റിസ്ക് ഫാക്ടർ അല്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പർ കലീമിയ വരാൻ സാധ്യതയുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. ഹൈപ്പർ ഗ്ലൈസീമിയ നമ്മളങ്ങനെ കേട്ടിട്ടില്ല, പക്ഷേ ഹൈപ്പോഗ്ലൈസീമിയ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൈപ്പോവൊളീമിയ ഈസ് എ റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഹൈപ്പോഗ്ലൈസീമിയ റിസ്ക് ഫാക്ടറാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ വരാൻ സാധ്യതയില്ലാത്ത എന്താണ്? ഹൈപ്പർ ഗ്ലൈസീമിയ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഓർ റിസ്ക് ഫാക്ടർ ഫോർ കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഹൈപ്പർ ഗ്ലൈസീമിയ നമ്മളുടെ ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ, ബി ഓപ്ഷൻ ഹൈപ്പർ ഗ്ലൈസീമിയ. ഓക്കെ, ഇനി നമ്മളുടെ 25th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓൾ ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ആർ യൂസ്ഡ് ടു ഡിക്രീസ് ബ്രെയിൻ എഡിമ എക്സെപ്റ്റ്. ബ്രെയിൻ എഡിമ കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഷേഴ്സിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഡെക്സ്ട്രോസ് ഇൻഫ്യൂഷൻ ഒരിക്കലും നമ്മളിവിടെ വരാത്ത ഒരു കാര്യമാണ്. ഹൈഡ്രോകോർട്ടിസോൺസ് ഉപയോഗിക്കാറുണ്ട്, ഹൈപ്പർ വെന്റിലേഷൻ ഉപയോഗിക്കാറുണ്ട്, മാനിറ്റോൾ ഇൻഫ്യൂഷൻ ഉപയോഗിക്കാറുണ്ട്. സോ അവർ റൈറ്റ് ഓപ്ഷൻ ഈസ് അവർ ഡെക്സ്ട്രോസ് ഇൻഫ്യൂഷൻ ആണ്. അത് നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. ഓക്കെ, സോ സി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, ഇനി നമ്മളുടെ 26th വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ വിൽ ബി അഫക്റ്റഡ് ഡ്യൂ ടു ആൻ ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറീസ്. അപ്പോൾ നമ്മളുടെ ഫ്രണ്ടൽ ലോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് അവിടെ നമുക്ക് നോക്കിയാൽ മതിയാകും. അപ്പോൾ ജഡ്ജ്മെൻറ്റ്, ഇൻസൈറ്റ് ആൻഡ് റീസണിങ് ആണ് റൈറ്റ് ഓപ്ഷൻ. ബി ഓപ്ഷൻ ആണ് റൈറ്റ്, ജഡ്ജ്മെൻറ്റ്, ഇൻസൈറ്റ് ആൻഡ് റീസണിങ്.
ഓക്കെ, ഇനി നമ്മുടെ 27th ക്വസ്റ്റ്യൻ. സോ ആൻസർ ബി. 26th ക്വസ്റ്റ്യൻ്റെ ആൻസർ 27th. എ പേഷ്യൻറ്റ് വിത്ത് സെറിബ്രൽ ത്രോംബോസിസ് ഈസ് ഷെഡ്യൂൾഡ് ഫോർ സെറിബ്രൽ ആൻജിയോഗ്രാഫി. ഓക്കെ, അപ്പോൾ ഡൈ ഇഞ്ചക്റ്റിംഗ് പ്രൊസീജിയർ ആണ് എന്ന് മനസ്സിലാക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നഴ്സിംഗ് കെയർ ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ദിസ് ക്ലയൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഡൈ ഇഞ്ചക്റ്റിംഗ് പ്രൊസീജിയർ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോഴും പേഷ്യൻ്റ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്, എന്തെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ, അയഡിൻ ലേറ്റായിട്ടുള്ള എന്തെങ്കിലും അലർജി, ഓക്കെ, അതായത് സീ ഫുഡ് അലർജി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ഇൻഫോം ദ ക്ലയൻറ്റ് ദാറ്റ് എ വാം ഫ്ലഷ്ഡ് ഫീലിംഗ് ആൻഡ് എ സാൾട്ടി ടെസ്റ്റ് മേ ബി ഒക്കർ. പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമാണ്. അവോയ്ഡ് അപ്ലൈങ് എ പ്രഷർ ഡ്രസ്സിംഗ് ഓവർ ദ സൈറ്റ് ഓഫ് പങ്ക്ചർ. നമ്മൾ അതും ഇതിനകത്ത് വരുന്ന ഒരു കാര്യം ആണ്. കീപ് ദ എക്സ്ട്രിമിറ്റി യൂസ്ഡ് ആസ് പങ്ക്ചർ സൈറ്റ് ഫ്ലെക്സ്ഡ് ടു പ്രിവെൻറ്റ് ബ്ലീഡിങ്. ഓക്കെ, ഓൾ ദി എബോവ്. അപ്പോൾ ഇവിടെ അവോയ്ഡ് അപ്ലോയിങ് എ പ്രഷർ ഡ്രസ്സിംഗ് ഓവർ ദ സൈറ്റ് ഓഫ് പങ്ക്ചർ എന്നുള്ളത്, അവിടെ സൈറ്റ് ഓഫ് പങ്ക്ചർ സൈറ്റിൽ നമ്മൾ ഒരു പ്രഷർ ഡ്രസ്സിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, കീപ് ദ എക്സ്ട്രിമിറ്റി യൂസ്ഡ് ആസ് പങ്ക്ചർ സൈറ്റ് ഫ്ലെക്സ്ഡ് ടു പ്രിവെൻറ്റ് ബ്ലീഡിങ്. അപ്പോൾ അതും ഇതിനകത്ത് വരാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി എബോവ് എന്തായാലും വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇൻഫോം ദ ക്ലയൻറ്റ് ദാറ്റ് വാം ഫ്ലഷ്ഡ് ഫീലിംഗ് ആൻഡ് സാൾട്ടി ടെസ്റ്റ് മേ ഒക്കർ എന്നുള്ള ആൻസർ ആണ്. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, അതായത് അവോയ്ഡ് അപ്ലൈങ് എ പ്രഷർ ഡ്രസ്സിംഗ് ഓവർ ദ സൈറ്റ് ഓഫ് പങ്ക്ചർ. അത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ല, നമ്മളവിടെ പ്രഷർ ഡ്രസ്സിംഗ് അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, കീപ് ദ എക്സ്ട്രിമിറ്റി യൂസ്ഡ് ആസ് പങ്ക്ചർ സൈറ്റ് ഫ്ലെക്സ്ഡ് ടു പ്രിവെൻറ്റ് ബ്ലീഡിങ്. അതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻഫോം ദ ക്ലയൻറ്റ് ദാറ്റ് എ വാം ഫ്ലഷ്ഡ് ഫീലിംഗ് ആൻഡ് എ സാൾട്ടി ടേസ്റ്റ് മേ ഒക്കർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ അപ്പോൾ എ ഓപ്ഷനാണ് റൈറ്റ് വൺ. ഇനി നമ്മളുടെ 28th ക്വസ്റ്റ്യൻ. A patient was brought to the emergency department after head injury. The nurse noticed that there is a clear drainage from the nose. Which of the following test is useful and most reliable to determine if the drainage is a cerebrospinal fluid CSF? അപ്പോൾ CSF-ഉമായിട്ട് റിലേറ്റ് ചെയ്ത് കേട്ടിട്ടുള്ള കാര്യമാണ് നമുക്കിവിടെ നോക്കേണ്ടത്. അപ്പോൾ CSF-ൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് PH ടെസ്റ്റ് അല്ല നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ PH ടെസ്റ്റിനെക്കാട്ടിയും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ടെസ്റ്റ് ഫോർ β2 ട്രാൻസ്ഫറിൻ ആണ്. ഓക്കെ, അതായത് ടെസ്റ്റ് ഫോർ β2 ട്രാൻസ്ഫറിൻ ആണ് CSF-ഉമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ, ബി ഓപ്ഷൻ. ഓക്കെ, നമ്മളുടെ 29th ക്വസ്റ്റ്യൻ. 6th cranial nerve കൺട്രോൾസ്. 6th cranial nerve നമുക്ക് എല്ലാം പറയാൻ സമയമില്ല. നമുക്കറിയാം, നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത് ഓൾഫാക്ടറി ആണ് അല്ലേ, ഫസ്റ്റ് ക്രേനിയൽ നെർവ്. സെക്കൻഡ് ക്രേനിയൽ നെർവ് എന്ന് പറയുന്നത് ഓപ്റ്റിക് നെർവാണ്, നമുക്കറിയാം ഓപ്റ്റിക് നെർവ്. ഓക്കെ, ഓൾഫാക്ടറി, ഓപ്റ്റിക്. ഓക്കെ, പിന്നെ നമുക്ക് തേർഡ് ക്രേനിയൽ നെർവ് ഓക്യുലോമോട്ടോർ. ഓക്കെ, അപ്വാർഡ് മൂവ്മെൻറ്റ് ഓഫ് അവർ ഐ. ഓക്കെ, പിന്നീട് നമുക്ക് 4 and 6. ഓക്കെ, ഈ 6 ആണ് നമ്മളുടെ അബ്ഡോസൻസ് എന്ന് പറയുന്നത്. ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് ദിസ് ഐബാൾ ആണ്. അപ്പോൾ എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ, മൂവ്മെൻറ്റ് ഓഫ് ദ ഐബാൾ ആണ് റൈറ്റ് വൺ. ഓക്കെ, എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഡീറ്റെയിൽ നമ്മളുടെ തിയറി ക്ലാസ്സിൽ പഠിക്കാൻ നമുക്ക് ഈ ഒരു ഡിസ്കഷനിൽ നമുക്ക് അത്രയും സമയമില്ല. നമ്മളുടെ തിയറി ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. 100 ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സ്പീഡിൽ ഡിസ്കസ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ 29th ക്വസ്റ്റ്യൻ ആൻസർ മൂവ്മെൻറ്റ് ഓഫ് ദ ഐബാൾ. 30th ക്വസ്റ്റ്യൻ. ഫീവർ, ഹെഡേക്ക് ആൻഡ് നക്കൽ റിജിഡിറ്റി ആർ ക്ലാസിക് സിംറ്റംസ് സീൻ ഇൻ. നമ്മൾ നേരത്തെ മെനിഞ്ചൈറ്റിസിൻ്റെ ഒരു സൈൻ കണ്ടു. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? മെനിഞ്ചൈറ്റിസ് ആണ്. സി ഓപ്ഷൻ ആണ്. നക്കൽ റിജിഡിറ്റി, ബ്ലൂഡ്സിൻസ്കി സൈൻ, കെർണിക് സൈൻ, ഇതൊക്കെ എവിടെ വരുന്നു? നമ്മളുടെ മെനിഞ്ചൈറ്റിസിൽ വരുന്നു, ഓർക്കുക. 31st ക്വസ്റ്റ്യൻ. ലോവർ മോട്ടോർ ന്യൂറോൺ ലീഷൻസ് കോസ്. ഇത് ഡയറക്റ്റായിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫ്ലാസിഡ് മസിൽ പാരാലിസിസ് ആണ് ലോവർ മോട്ടോർ ന്യൂറോൺ ലീഷൻസ് ഉണ്ടാക്കുന്നത്. ഡീറ്റെയിലി നമ്മളുടെ തിയറി ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇതിനെക്കുറിച്ച്. 31st ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ഇഞ്ചറി ഫ്രം ബ്ലണ്ട് ചെസ്റ്റ് ട്രോമ? ഓക്കെ, അത് കൂടുതലും സംഭവിക്കുന്നത് നമ്മളുടെ റൈറ്റ് വെൻട്രിക്കിളിലാണ്. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിളിനെക്കാട്ടിലും നമ്മളുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നത് അയോർട്ടിക് വാൽവ്. നമുക്ക് വേണമെങ്കിൽ റൈറ്റ് വെൻട്രിക്കിൾ പറയാം. റൈറ്റ് വെൻട്രിക്കിൾ ഈ കൂട്ടത്തിലുള്ള ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് റൈറ്റ് വെൻട്രിക്കിൾ പറയാം. എങ്കിലും നമ്മളുടെ മിക്ക സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിലും അത് അയോർട്ടിക് വാൽവ് ആണ്. ഓക്കെ, അയോർട്ടിക് വാൽവ് ആണ്. ഓക്കെ, നമ്മളുടെ
Third question. Which of the following complications can occur due to untreated hypertension? Untreated hypertension കൊണ്ട് ഈ കൂട്ടത്തിൽ എന്തൊക്കെ കണ്ടീഷനിലോട്ട് പോകാം എന്നുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കുക, സി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. അയോർട്ടിക് ഡിസെക്ഷൻ, റീനൽ ഫെയിലിയർ ആൻഡ് സ്ട്രോക്ക് ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മളുടെ 34th ക്വസ്റ്റ്യൻ. Which of the following activity is increased by sympathetic nervous system? Sympathetic nervous system ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസസ് അങ്ങ് ഓർത്താൽ മതി. അതാണ് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നത്, അതേപോലെ തന്നെ സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസും സെക്രീഷൻ ഓഫ് സലൈവ, അതെല്ലാം തന്നെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ മാത്രമാണ് ഇതിനകത്ത് റൈറ്റ് ആയിട്ടുള്ളത്. എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ. 35th question. Atropine is commonly used prior to admission of inhalant anesthetic to reduce secretion ആണ്. ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സെക്ഷൻസ് എന്നാണ്. സെക്രീഷൻസ് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓസ്മോട്ടിക് ഡയോററ്റിക്? ഓക്കെ. അപ്പോൾ ഇവിടെ ഓസ്മോട്ടിക് ഡയോററ്റിക് ശ്രദ്ധിക്കുക. ഓസ്മോട്ടിക് ഡയോററ്റിക് ഇവിടെ ഫ്രൂസിമൈഡ് നമുക്കറിയാം, അതൊരു ലൂപ്പ് ഡയോററ്റിക്സ് ആണ്. നമ്മുടെ ലാസിക്സ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, എ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഡോപ്പമിൻ ഈസ് പ്രിഫേർഡ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഷോക്ക് ബിക്കോസ് ഇറ്റ് decreases cardiac output, has prolonged action, has peripheral vasoconstriction effect, has renal vasodilatory effect. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഓപ്ഷൻ, അതായത് മെയിൻ ആൻസർ എന്ന് പറയുന്നത്, നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആസ് റീനൽ വാസോഡൈലേറ്ററി എഫക്റ്റ് ആണ്. ഡി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഡി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. 37. നമ്മളുടെ 38th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ സൈഡ് എഫക്റ്റ് ഓഫ് സ്ട്രെപ്റ്റോമൈസിൻ? സ്ട്രെപ്റ്റോ ഓട്ടോടോക്സിക് ആണ്. അതേപോലെ തന്നെ ഇത് പ്രഗ്നൻസിയിൽ നമ്മൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഡാമേജ് ടു അവർ 8th cranial nerve ആണ്. വെസ്റ്റിബുലോ കോക്ലിയർ നെർവിൻ്റെ ഡാമേജ് ആണ്. ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ബി ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. 39. ഫ്രീക്വൻറ്റ് സിറം ലെവൽ മോണിറ്ററിംഗ് റിക്വയർഡ് വെൻ ദ പേഷ്യൻറ്റ് ഈസ് ഓൺ അമിട്രിപ്റ്റിലിൻ, ഹാലോപെറിഡോൾ, ലിഥിയം ആൻഡ് ലൊറാസിപ്പം. ഇത് നമ്മുടെ സൈക്യാട്രിക് നഴ്സിംഗിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. ലിഥിയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ലിഥിയം ടോക്സിസിറ്റി നമ്മൾ ആ തെറാപ്യൂട്ടിക് റേഞ്ചൊക്കെ നമ്മൾ ഡീറ്റെയിലി നമ്മൾ പഠിക്കും. നമ്മൾ തിയറി ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ലിഥിയം, ഡിജോക്സിൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡ്രഗിൻ്റെയും തെറാപ്യൂട്ടിക് റേഞ്ചും ആ ഒരു ടോക്സിക് ലെവലും ടോക്സിസിറ്റിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സും എല്ലാം ഡീറ്റെയിലും നമ്മളുടെ തിയറി ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമ്മളുടെ 40th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ്. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഇൻക്ലൂഡ്. അപ്പോൾ ഈ കൂട്ടത്തിൽ കാൽസ്യം ചാനൽ ബ്ലോക്കറായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് നിഫിഡിപ്പിൻ മാത്രമാണ്. ഓക്കെ, ഇത് ഒരു ആൽഫ ബ്ലോക്കറാണ്, പ്രാസൂസിൻ. ഓക്കെ, അതേപോലെ തന്നെ എൻലാപ്രിലും കാപ്റ്റോപ്രിലും ഒക്കെ എന്താണ്, ഏസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പോൾ നിഫിഡിപ്പിൻ ആണ് നമ്മളുടെ കാൽസ്യം ചാനൽ ബ്ലോക്കർ എന്ന് പറയുന്നത്. 41st ക്വസ്റ്റ്യൻ. ആൻറ്റിസിപ്പേറ്ററി നോസിയ ആൻഡ് വോമിറ്റിംഗ് ഒക്കേഴ്സ് മിക്കപ്പോഴും കീമോതെറാപ്പി ചെയ്യുന്ന പേഷ്യൻസിൽ സംഭവിക്കുന്നതാണ്. അതായത് ബിഫോർ ദിസ് കീമോതെറാപ്പി അഡ്മിഷൻ ആൻറ്റിസിപ്പേറ്ററി നോസിങ് വരുന്നുണ്ട് പേഷ്യൻസിൽ. അത് അപ്പോൾ ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ബി ഓപ്ഷൻ ബിഫോർ കീമോതെറാപ്പി അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, 42nd ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് നട്ട്സ് സപ്ലൈ ടു ദ മസിൽസ് ഓഫ് ദ ഫോർ ആം എക്സെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആൻസർ മസ്കുലോ ക്യൂട്ടേനിയസ് നെർവാണ്. പക്ഷേ മസ്കുലോ ക്യൂട്ടേനിയസ് നെർവും ഫോറാമിൻ്റെ ലാറ്ററൽ ആസ്പെക്റ്റിൽ അവിടെ ഈ നെർവിൻ്റെ ഒരു സപ്ലൈയും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ കൂട്ടത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മസ്കുലോ ക്യൂട്ടേനിയസ് നെർവാണ്. റേഡിയൽ നെർവും മീഡിയൻ നെർവും അൾനാർ നെർവും ഈ കൂട്ടത്തിൽ വരുന്നതാണ്. ഓക്കെ, സപ്ലൈ ടു ദ മസിൽസ് ഓഫ് ദ ഫോറാം. ഓക്കെ, പക്ഷേ അവിടെ ലാറ്ററൽ ആസ്പെക്ട്സ് ഓഫ് ദ ഫോറാമിന് ഈ മസ്കുലോ ക്യൂട്ടേനിയസ് നെർവിൻ്റെ ഒരു സപ്ലൈ ഒക്കെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, 43ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ഇൻക്ലൂഡ്സ്. നമുക്ക് അറിയാം IAS എന്നുള്ള ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. IAS. ഓക്കെ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അപ്രോപ്രിയേറ്റ് ടെക്നോളജി, ഇന്റർസെക്ടറൽ കൊളാബറേഷൻ. ഓക്കെ, അപ്പോൾ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ കവറേജ് ആൻഡ് അക്സസിബിലിറ്റിയും പറയുന്നുണ്ട്. ഒരു പ്രിൻസിപ്പിളായിട്ട് എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ്. അതായത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഓക്കെ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനകത്ത് ആ കവറേജ് ആൻഡ് അക്സസിബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ,
അപ്രോപ്രിയേറ്റ്നെസ് ആൻഡ് കണ്ടിന്യൂറ്റി, അപ്രോപ്രിയേറ്റ് ടെക്നോളജിയാണ്. അപ്പോൾ ഇത് വരാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഉൾപ്പെടുത്താം. എയും ബിയും സിയും ഉൾപ്പെടുത്താം. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. 43. 44ാമത്തെ ചോദ്യം, ഇൻക്യുബേറ്ററി കാരിയേഴ്സ് ഈസ് എ പേഴ്സൺ കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആൻ ഇൻഫെക്ഷ്യസ് ഏജന്റ് ടു അതേഴ്സ് ഡ്യൂറിംഗ് ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ദ ഡിസീസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മളുടെ ഇൻക്യുബേറ്ററി കാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഇനി നമ്മളുടെ 45ാമത്തെ ക്വസ്റ്റിനോട് പോകാം. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഈസ്, അത് IM ആണ് നമ്മൾ കൊടുക്കുന്നത്. IM ആണ് ആൻസർ. ഇൻട്രാമസ്കുലാർ. സി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. 46. റൂമിംഗ് ഇൻ പ്രാക്ടീസ് മീൻസ് കീപ്പിംഗ് മദർ ആൻഡ് ഇൻഫൻറ്റ് ടുഗദർ ഫോർ 24 hours എ ഡേ ആണ്. പക്ഷേ ചില ബുക്കുകളൊക്കെ പറയുന്നത് 23 hours എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ 24 hours എ ഡേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 47th question. The following are the functions of male health workers as health team member except മെയിൽ ഹെൽത്ത് വർക്കറിൻ്റെ ഫങ്ഷൻസിൽ വരാത്തതാണ്. ഓക്കെ, ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. പ്രൊവൈഡ് ന്യൂട്രീഷൻ അഡ്വൈസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ടു മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, അത് ഹെൽത്ത് വർക്കർ ഫീമെയിൽ ആണ് അത് ചെയ്യുന്നത്. ഓക്കെ, 48th question. സബ്മേർജ്ഡ് പോർഷൻ ഓഫ് ദ ഐസ്ബർഗ് റെപ്രസെൻറ്റ്സ്. നമുക്കറിയാം ഐസ്ബർഗ് ഫിനോമിനൻ, അതിനകത്ത് സബ്മേർജ്ഡ് പോർഷൻ എന്ന് പറയുന്നത് അൺഡയഗ്നോസ്ഡ് കേസസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, 49th question. എക്സ്പാൻഷൻ ഓഫ് BCG വാക്സിൻ ഈസ് ബാസില്ലസ് കാൽമെറ്റഗ്യൂരിൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. 50th question. ബേബി വിത്ത് ബർത്ത് വെയ്റ്റ് ഓഫ് 1000 to 2000 ആർ ടേംഡ് ആസ്. ശ്രദ്ധിക്കുക, അത് നമ്മളുടെ വെരി ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ആണ്. 2500 താഴെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാമായിരുന്നു? ലോ ബർത്ത് വെയ്റ്റ് ബേബി എന്ന് പറയാമായിരുന്നു. 2500 ഗ്രാമിൽ താഴെയായിരുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് 1000 to 2000 ആണ്. നമ്മൾ യൂഷ്വലി പറയുന്നത് ലെസ് ദാൻ 1500 ഗ്രാം ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വെരി ലോ ബർത്ത് വെയ്റ്റ് ബേബി ആയിട്ട് പറയുന്നത്. എക്സ്ട്രീംലി ലോ ബർത്ത് വെയ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് എന്താണ്? ലെസ് ദാൻ ദിസ് 1000 ഗ്രാം ആണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കാം വെരി ലോ ബർത്ത് വെയ്റ്റ് ബേബി ആയിട്ട് എടുക്കാം. ബി ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ഇനി നമ്മളുടെ 51 question. False sensory perception with no basis in reality is known as false sensory perception. That is our hallucination ആണ് ആൻസർ. ഹാലൂസിനേഷൻ, ഫാൾസ് സെൻസറി പെർസെപ്ഷൻ. പക്ഷേ അവിടെ ഒരു സ്റ്റിമുലസ് അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, പക്ഷേ നമ്മൾ സ്റ്റിമുലസ് അവിടെ ഉണ്ട്, പക്ഷേ അതിനെ നമ്മൾ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ഇലൂഷൻ ആണ്. ഇപ്പോൾ കയറ് കണ്ടിട്ട് പാമ്പായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, അതെന്താണ്? ഇലൂഷൻ. ഓക്കെ, അവിടെ സ്റ്റിമുലസ് ഉണ്ട്, ഇലൂഷനിൽ സ്റ്റിമുലസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഫാൾസ് സെൻസറി പെർസെപ്ഷൻ വിത്ത് നോ ബേസിസ് ഇൻ റിയാലിറ്റി. അവിടെ സ്റ്റിമുലസ് അവിടെ ഇല്ല. ഓക്കെ, അയാളുടെ തോന്നൽ മാത്രമാണ് ആ സ്റ്റിമുലസ്. ഓക്കെ, ഇനി 51, അവിടെ ആൻസർ എ ആണ്. 51ൻ്റെ ആൻസർ എ ആണ്. 52 ആൻ എക്സാമ്പിൾ ഓഫ് നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ സി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ബെൽറ്റിലിംഗ് ആണ് നമ്മളുടെ ആൻസർ. സി ഓപ്ഷൻ ബെൽറ്റിലിംഗ്. ഓക്കെ, ഇനി നമ്മളുടെ 53ാമത്തെ ക്വസ്റ്റിനോട് പോകാം. When a patient is not aware of his or her mental illness, it is called lack of insight ആണ് ആൻസർ. ലാക്ക് ഓഫ് ഇൻസൈറ്റ്. ബി ഓപ്ഷൻ ആണ് ആൻസർ. ഇനി നമ്മളുടെ 54th question. Which is the most appropriate nursing intervention for a schizotypal personality disorder client with a nursing diagnosis of impaired verbal communication? അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻ്റ്, അതായത് യാതൊരു ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അവർക്ക് ചില മാജിക്കൽ തിങ്കിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ടത് എസ്റ്റാബ്ലിഷിങ് എ 1-to-1 റിലേഷൻഷിപ്പ് വിത്ത് ദ ക്ലയൻറ്റ്. അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിന് നിമോണിക്സ് ഒക്കെ വെച്ച് നമ്മൾ പഠിക്കാറുണ്ട് നമ്മളുടെ പരീക്ഷകൾക്ക്. ഓക്കെ, അതായത് മാജിക്കൽ തിങ്കിങ്. ഓക്കെ, അതായത് മീ പെക്യൂലിയർ എന്നുള്ള ഒരു നിമോണിക്സ് ഒക്കെ വെച്ച് നമ്മൾ പഠിക്കാറുണ്ട്. നമ്മുടെ തിയറി ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ മാജിക്കൽ തിങ്കിങ്, അതേപോലെ തന്നെ പാരനോയിഡ് ഐഡിയേഷൻ, എക്സ്പീരിയൻസസ് ഓഫ് ദിസ് അൺയൂഷ്വൽ പെർസെപ്ഷൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ തിയറി ക്ലാസ്സിൽ നമ്മളിത് ഡീറ്റെയിലി പഠിക്കും ഈ നിമോണിക്സ് ഒക്കെ കേട്ടോ. ആൻസർ ബി ആണ്. 55. Which of the following is considered under acute neuropsychiatric complication of AIDS?
അപ്പോൾ ഇതിനകത്ത് ഡെലീരിയം ആണ്, ക്ലൗഡിങ് ഓഫ് കോൺഷ്യസ്നെസ്, ദാറ്റ് ഈസ് കാൾഡ് ഡെലീരിയം ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവരിൽ കാണുന്ന ക്യാൻസർ എമംഗ് ദിസ് HIV or AIDS patient, കാപ്പോസി സാർക്കോമ, അതും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, 56th question. Thinking containing erroneous conclusions and internal contradiction is called illogical thinking. C option ആണ് റൈറ്റ് വൺ, illogical thinking. ഇനി നമ്മളുടെ 56th question. 56th question ആൻസർ പറഞ്ഞു illogical thinking ആണ് ആൻസർ, illogical thinking. ഓക്കെ, ഇനി നമ്മളുടെ 57th question. Presenting the patient with a hypothetical situation helps in the assessment of. അതായത് നമ്മൾ സ്ഥിരം നമ്മൾ MSc മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യൻ്റെ ജഡ്ജ്മെൻറ്റ് അസസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ കൊടുക്കുമായിരുന്നു അല്ലേ. ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ തീ പിടിച്ചാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ റോഡിൽ നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പേഴ്സ് കിട്ടിയാൽ എന്ത് ചെയ്യും, അങ്ങനെ പറഞ്ഞ ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇൻസൈറ്റ് ആണ്, ജഡ്ജ്മെൻ്റ് ആണ് ആൻസർ. ഡി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, 58 കോമൺ റിസ്ക് ഫാക്ടർ ഇൻ പേഷ്യൻ്റ് വിത്ത് സിവിയർ ഡിപ്രഷൻ ഈസ്. അവിടെ ജസ്റ്റ് നമുക്ക് കണ്ണുടച്ചുകൊണ്ട് ആൻസർ എഴുതാൻ പറ്റും. ഏതാണ്? നമ്മളുടെ സൂയിസൈഡൽ ടെൻഡൻസി ആണ്, സൂയിസൈഡൽ ടെൻഡൻസി. ഓക്കെ, അതേപോലെ തന്നെ ECTയുടെ ഒരു മേജർ ഇൻഡിക്കേഷൻ അതും എന്താണ്? ഡിപ്രഷൻ വിത്ത് സൂയിസൈഡൽ ഐഡിയേഷൻ ആണ്. ഓക്കെ, ഇനി കോമൺ റിസ്ക് ഫാക്ടർ ഇൻ പേഷ്യൻ്റ് വിത്ത് അത് പറഞ്ഞു. ഇനി നമ്മളുടെ 59th question. ദ ക്ലാസിക്കൽ മെത്തേഡ് യൂസ്ഡ് ഇൻ ബ്രിങ്ങിങ് ഡൗൺ ആൻഡ് ആം ഇൻ ബ്രീച്ച് പ്രസൻറ്റേഷൻ ഈസ് കാൾഡ്. ഇത് നമ്മളുടെ OBGയിൽ നമ്മൾ ഡീറ്റെയിലി പഠിക്കും, തൽക്കാലം മനസ്സിലാക്കുക. ഇത് നമ്മളുടെ ലൗസെറ്റ്സ് മാനുവർ ആണ്, ലൗസെറ്റ്സ് മാനുവർ. ഓക്കെ, 59th question കഴിഞ്ഞു. ആൻസർ ബി ആണ്, ലൗസെറ്റ്സ് മാനുവർ. ഇനി നമ്മളുടെ 60th question. ദ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് സെൻസറി ന്യൂറൽ ഇമ്പയർമെൻറ്റ് ഇൻക്ലൂഡ്സ്. ഫാമിലി ഹിസ്റ്ററി ഓഫ് സെൻസറി ന്യൂറൽ ഇമ്പയർമെൻറ്റ് വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്, എ ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. ബി ഓപ്ഷൻ കൺജനൈറ്റൽ മാൽഫോർമേഷൻ ഓഫ് ദ ക്രേനിയൽ സ്ട്രക്ചേഴ്സ്, അതും വരാൻ സാധ്യതയുള്ള ഒന്നാണ്. ക്രോണിക് എക്സ്പോഷർ ടു ലൗഡ് നോയ്സ്, അത് വരാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. റിക്കറൻറ്റ് ഇയർ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എയും ബിയും ഡിയും നമുക്ക് എടുക്കാം. എയും ബിയും ഡിയും വരുന്നത് സി ഓപ്ഷനാണ്. അപ്പോൾ സി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ റൈറ്റ് വൺ. 60th വൺ സി ഓപ്ഷൻ. ഇനി നമ്മുടെ 61 question. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ സിംറ്റം ഓഫ് വജൈനൽ അട്രോഫി. അപ്പോൾ അവിടെ തിന്നിങ് ഓഫ് വജൈനൽ വാൾസ് അവിടെ സംഭവിക്കാത്തതാണ്, ബാക്കിയെല്ലാം ഇതിൽ സംഭവിക്കുന്നതാണ്. ലെങ്തനിങ് ഓഫ് വജൈനൽ കനാൽ, ഡിക്രീസ്ഡ് വജൈനൽ ലൂബ്രിക്കേഷൻ, യൂറിനറി ഇൻകോണ്ടിനൻസ്, ഇതെല്ലാം അതിനകത്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ബി ഓപ്ഷൻ ആണ് നമ്മളുടെ റൈറ്റ് വൺ എന്ന് പറയുന്നത്. ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത് കൂടാതെ തന്നെ വജൈനൽ ഡ്രൈനസ്, വജൈനൽ ബേണിംഗ്, വജൈനൽ ഡിസ്ചാർജ്, ജെനേറ്റൽ ഇച്ചിങ്, ബേണിംഗ് വിത്ത് യൂറിനേഷൻ, അങ്ങനെ കുറച്ച് സിംറ്റംസ് കൂടി ഇതിനകത്ത് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ബി ഓപ്ഷനാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. വാട്ട് ഈസ് ദ സൈറ്റ് ഓഫ് റഫേർഡ് പെയിൻ വെൻ പെയിൻ ഈസ് അറൈസിങ് ഫ്രം സെർവിക്സ്. അപ്പോൾ സെർവിക്സിൽ നിന്ന് പെയിൻ വരുമ്പോൾ റഫേർഡ് പെയിൻ, അപ്പോൾ അതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സേക്രൽ പാർട്ടിൽ നിന്നാണ് വരുന്നത്. എസ്പെഷ്യലി അവർ അപ്പർ സേക്രൽ റീജിയനിലാണ് ആ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രം അവർ അപ്പർ സേക്രൽ റീജിയൻ. അപ്പർ സേക്രൽ റീജിയൻ ഇസ് ദ റൈറ്റ് വൺ. അപ്പോൾ നമ്മുടെ ബി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് വൺ. ഓക്കെ, ഇനി നമ്മുടെ 63rd question. ടു പ്രൊമോട്ട് കംഫർട്ട് ഡ്യൂറിങ് ലേബർ, nurse advises a client to assume certain positions and avoid others. Which position may cause maternal hypotension and fetal hypoxia? അല്ലേ, അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്കറിയാം, അതൊരു നമ്മുടെ സൂപ്പൈൻ പൊസിഷൻ്റെ ഒരു മേജർ പ്രോബ്ലമാണ് ഈ പറഞ്ഞ ഹൈപ്പോടെൻഷനും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫീറ്റൽ ഹൈപ്പോക്സിയയും. ഓക്കെ, സ്ക്വാട്ടിംഗ് പൊസിഷൻ എവിടെയാണ് വരുന്നത്? നമ്മളുടെ ടോപ്പിലാണ് വരുന്നത്. ടെട്രോളജി ഓഫ് ഫാരറ്റ് അല്ലേ, സ്ക്വാട്ടിംഗ് പൊസിഷൻ. ഓക്കെ, സ്ക്വാട്ടിംഗ് പൊസിഷൻ വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ 64th question. The connection between umbilical vein and inferior vena cava in the fetal life is known as. ഓക്കെ, അത് നമ്മളുടെ ഡക്ടസ് വീനോസിസ് ആണ്. ഡക്ടസ് വീനോസിസ്. ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഡക്ടസ് വീനോസിസ്. ഓക്കെ, അതായത് നമ്മളുടെ അംബിലിക്കൽ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് അംബിലിക്കൽ വെയിനും നമ്മുടെ ഇൻഫീരിയർ വീനക്കാവയുമായിട്ടുള്ള കണക്ഷൻ, ഡക്ടസ് വീനോസിസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പൾമണറി ആർട്ടറിയും അയോർട്ടയുമായിട്ടുള്ള കണക്ഷൻ. ഓക്കെ,
അത് ഡക്ടസ് ആർട്ടീരിയോസിസ് ആണ്. ഡക്ടസ് ആർട്ടീരിയോസിസ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഫൊറാമൻ ഒവേൽ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ഡീറ്റെയിലി നമുക്ക് ഫീറ്റൽ സർക്കുലേഷൻ പഠിക്കാറുണ്ട്. ഡീറ്റെയിലി നമ്മൾ തിയറി ക്ലാസ്സിൽ നമ്മളത് പഠിക്കുന്നതായിരിക്കും. പ്ലാസന്റ സെക്രീറ്റ്സ് ഓൾ ദ ഫോളോയിങ് ഹോർമോൺസ് എക്സെപ്റ്റ് എന്നതാണ് നമ്മുടെ 65th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം പിറ്റ്യൂട്ടറിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ലൂട്ടനൈസിങ് ഹോർമോൺ. അത് ഈ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബി ഓപ്ഷൻ നമുക്ക് എടുക്കാം. LH ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ. LH ആണ് ആൻസർ. ഇനി നമ്മുടെ 66th ക്വസ്റ്റ്യൻ. ദ ഇൻഡെക്സ് ഫോർ ഫൈൻഡിങ് എഫക്റ്റീവ്നെസ് ഓഫ് കോൺട്രാസെപ്ഷൻ ഈസ്, അത് നമ്മളുടെ പേൾ ഇൻഡെക്സ് ആണ് എഫക്റ്റീവ്നെസ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ് അറിയാൻ വേണ്ടി. അപ്പോൾ അതേപോലെ തന്നെ ഈ പോണ്ടറൽ ഇൻഡെക്സ്, അതേപോലെ തന്നെ ലോറൻസ് ഇൻഡെക്സ്, ബ്രോക്ക ഇൻഡെക്സ്, ഓക്കെ, അതേപോലെ തന്നെ ബ്രിട്ടോ ഇൻഡെക്സ്, ഇങ്ങനെ ഒരുപാട് ഇൻഡെക്സുകളുണ്ട് നമുക്ക് പഠിക്കാൻ. ഇതെല്ലാം തന്നെ നമ്മുടെ തിയറി ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിലി പഠിച്ചിരിക്കും. ഓക്കെ. ഇതെല്ലാം തന്നെ കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ വരുന്നതാണ്. ഓക്കെ. അതായത് നമ്മുടെ ഡെങ്കു ഫീവറുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ബ്രിട്ടോ ഇൻഡെക്സ്. ഓക്കെ. അതായത് നമ്മൾ 100 ഹൗസസ് നമ്മൾ സർവേ ചെയ്യുമ്പോൾ ഹൗ മെനി പോസിറ്റീവ് സോഴ്സസ് ഓഫ് ദിസ് മസ്കിറ്റോ, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻഡെക്സ് ആണ് ഇത് നമ്മളുടെ ബ്രിട്ടോ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ. പോണ്ടറൽ ഇൻഡെക്സ്, ലോറൻ ഇൻഡെക്സ്, ബ്രോക്ക ഇൻഡെക്സ് ജസ്റ്റ് ഞാനൊന്ന് ഈ സ്ലൈഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കതൊന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല. ഈ ബ്രോക്ക ഇൻഡെക്സ്, കോർപ്പുലൻസ് ഇൻഡെക്സ്, പോണ്ടറൽ ഇൻഡെക്സ് ഇതെല്ലാം തന്നെ നമ്മുടെ ന്യൂട്രീഷൻ എന്നുള്ള ആ ഏരിയയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ബ്രോക്ക ഇൻഡെക്സ് ഹൈറ്റ് -100 ആണ്. കോർപ്പുലൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ വെയിറ്റ് ബൈ ഡിസൈറബിൾ വെയിറ്റ് ആണ്. പോണ്ടറൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ ഡിവൈഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് വെയിറ്റ് ആണ്. BMI നമുക്കറിയാം ക്യൂട്ട്ലെറ്റ്സ് ഇൻഡെക്സ്, അത് വെയിറ്റ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ലോറൻസ് ഫോർമുല ഹൈറ്റ് -100 മൈനസ് ഹൈറ്റ് -150 ഡിവൈഡ് ബൈ 4 or 2 for this men and 2 for this women ആണ്. നമുക്ക് ഡീറ്റെയിലി നമ്മളുടെ തിയറി ക്ലാസ്സിൽ നമുക്കിത് പഠിക്കാം. ഓക്കെ. നമുക്കിപ്പോൾ ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. ഓക്കെ. നമ്മുടെ 67th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെയിൻ റീസൺ ഫോർ അണ്ടർ 5 മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി? അത് നമ്മുടെ ഡയറിയൽ ഡിസീസസ് ആണ്. ഓക്കെ. ഡയറിയൽ ഡിസീസസ്. ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. 68. വിത്ത് ദ ഓർഡിനറി സ്റ്റെതസ്കോപ്പ് ദ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഏർലിയസ്റ്റ് ബിറ്റ്വീൻ ഡാഷ് വീക്സ് ഓഫ് പ്രഗ്നൻസി എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പല പരീക്ഷകൾ കണ്ടതാണ്. 18 to 20th വീക്കാണ്. ഓക്കെ. ഈവൻ ഗൂഗിൾ ചെയ്ത് നമ്മൾ നെറ്റ് നോക്കിയാൽ പോലും ഈ സെയിം ആൻസർ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ. കാര്യം ഇതൊക്കെ കോമൺ മാന് പോലും ഇപ്പോൾ അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 69. എ 3-year-old ചൈൽഡ് കനോട്ട് ഡു. ഓക്കെ. ഒരു 3-year-old ചൈൽഡിന് ഒരിക്കലും ഒരു ഡ്രാ സ്ക്വയർ അത് പറ്റില്ല. ബാക്കിയൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. ഡ്രോ ട്രയാങ്കിൾ, നോസ് ജെൻഡർ, റൈഡ് എ ട്രൈസൈക്കിൾ, ഇതൊക്കെ പറ്റുന്ന കാര്യമാണ്. ഡ്രോ എ സ്ക്വയർ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഇനി നമ്മളുടെ 17th ക്വസ്റ്റ്യൻ. ദ പ്രൈം പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് ആൾ. ഗ്രോത്ത് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, നമ്മൾ പഠിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഇറ്റ് ഫോളോസ് ദ സെയിം പാറ്റേൺ ഇൻ ഓൾ ഹ്യൂമൻ ബീയിങ്സ്. ഏതാണ്ട് ഒരേ പാറ്റേണിലൊക്കെ തന്നെയാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, അതും ഏതാണ്ട് ശരിയാണ്. ഡി ഓപ്ഷൻ. ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ എ കോഡോസെഫാലോ ഫാഷൻ, അല്ല, തിരിച്ചാണ്, സെഫാലോ കോഡൽ ഫാഷൻ ആണ്. അപ്പോൾ നമ്മളുടെ ഡി ഓപ്ഷൻ ആയിരിക്കണം റൈറ്റ് വൺ ആയിട്ട് വരേണ്ടത്. ഡി ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. അവർ 71st ക്വസ്റ്റ്യൻ. ലെസിത്തിൻ സ്പിംഗോമൈലിൻ റേഷ്യോ ഈസ് ഡൺ ടു അസ് ദ മെച്യൂരിറ്റി ഓഫ്. നമ്മളെ ലങ് മെച്യൂരിറ്റി അറിയുന്നതിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ഏത്? എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. എ ഓപ്ഷൻ, ലങ് മെച്യൂരിറ്റി. ഓക്കെ. ലെസിത്തിൻ സ്പിംഗോമൈലിൻ റേഷ്യോ ഫോർ ടു അസസ് ദ ലങ് മെച്യൂരിറ്റി. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ. ഇനി നമ്മളുടെ 72 ക്വസ്റ്റ്യൻ നമ്പർ 72. What is the priority need that must include in the care of a child who is having pneumonia? ന്യൂമോണിയ അവിടെ നമുക്ക് കൊടുക്കുന്ന ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? റെസ്റ്റ് ആണ്. റെസ്റ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ. ഇനി നമ്മളുടെ 73rd ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ഏജ് ഡസ് എ ചൈൽഡ് നോർമലി ഡെവലപ്പ് സോഷ്യൽ മൈൽ സ്റ്റോൺ? ഏതാണ്ടൊരു നമ്മളുടെ ഒരു 6 to 8 വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് റേഞ്ചായിട്ട്. അപ്പോൾ ഇവിടെ ഈ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്? 8 വീക്സ് ആണ്. ഡി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. 74th ക്വസ്റ്റ്യൻ. ഐസൊലേഷൻ പീരീഡ് ഓഫ് എ ചൈൽഡ് വിത്ത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. നമ്മളുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. ബി ഓപ്ഷൻ, അതായത് 24 hours ആഫ്റ്റർ സ്റ്റാർട്ടിങ് ദിസ് ആൻറ്റിബയോട്ടിക്സ്, അതായിരിക്കണം ആൻസർ. ബി ഓപ്ഷൻ ആയിരിക്കണം നമ്മളുടെ ആൻസർ. ബി ഓപ്ഷൻ. ഇനി നമ്മളുടെ 75th ക്വസ്റ്റ്യൻ.
കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ മാട്രിക്സ് ഫോർ ഓൾ തോട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ്. ഇങ്ങനെയുള്ള ഒരു ഡെഫിനേഷൻ കമ്മ്യൂണിക്കേഷന് തന്ന ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് തന്നിരിക്കുന്നത് മുറെ ആൻഡ് സെന്നർ ആണ്. മുറെ ആൻഡ്, ഇപ്പോൾ നമ്മളുടെ ബി ഓപ്ഷൻ ആയിരിക്കണം റൈറ്റ് വൺ, മുറെ ആൻഡ് സെന്നർ. ഓക്കെ, അപ്പോൾ ബി ഓപ്ഷൻ. ഓക്കെ, ഇനി നമ്മളുടെ 76th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓട്ടോക്രാറ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മളുടെ കറക്റ്റ് കീ ചിലപ്പോൾ തെറ്റായിരിക്കാം നമ്മൾ തന്നത്. അപ്പോൾ ഇവിടെ ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ, ട്യൂട്ടോറിയൽ ഇതെല്ലാം തന്നെ ഒരു ഓട്ടോക്രാറ്റിക് മെത്തേഡ് ഓഫ് എന്താണ് ടീച്ചിങ് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓട്ടോക്രാറ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻഡിപെൻഡൻ്റ് സ്റ്റഡി മാത്രമേ ആക്ച്വലി വരുന്നുള്ളൂ ഒരു ഓട്ടോക്രാറ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് അതിൽ വരാത്തത്. അതായത് ഒരു ടീച്ചർ സെൻറ്റേഡ് ആയിട്ടുള്ള ടീച്ചറാണ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ലെക്ചർ ആണെന്നുണ്ടെങ്കിലും ഡെമോൺസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും ട്യൂട്ടോറിയൽ ആണെന്നുണ്ടെങ്കിലും ടീച്ചറാണ് അത് സെലക്ട് ചെയ്യുന്നത് ആ ഒരു മെറ്റീരിയൽ. ഓക്കെ, എന്താണ് വേണ്ടതെന്നും അപ്പോൾ ഏത് ഡെമോൺസ്ട്രേഷനാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ലെക്ചറാണ് നടത്തേണ്ടത്, ഏത് ട്യൂട്ടോറിയലാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡിയിൽ അതല്ല വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരാൻ സാധ്യത ബി ഓപ്ഷനാണ്. പക്ഷേ ഇത് അന്ന് എക്സാം കണ്ടക്ട് ചെയ്തപ്പോഴും തന്നിരുന്ന ഒരു ഓപ്ഷൻ, ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അവർ തരാറുള്ള ഓപ്ഷൻ എപ്പോഴും ലെക്ചർ മെത്തേഡാണ് തരാറുള്ളത്. പക്ഷേ അത് തെറ്റാണ്. അപ്പോൾ ലെക്ചർ മെത്തേഡ് വരാൻ സാധ്യതയല്ല. ലെക്ചർ മെത്തേഡ് ഒരു ഓട്ടോക്രാറ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് തന്നെയാണ്. അപ്പോൾ തരുന്നത് എ ഓപ്ഷനാണ്, പക്ഷേ അത് തെറ്റാണ്. ഓക്കെ, ഇനി 77th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ അസസിങ് സ്റ്റുഡൻറ്റ് എബിലിറ്റി ടു പെർഫോം സക്ഷനിങ്. നമ്മളിപ്പോൾ നമ്മളുടെ പ്രൊസീജിയേഴ്സ് നമ്മളെല്ലാവരും ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡെമോൺസ്ട്രേഷനും റിട്ടേൺ ഡെമോൺസ്ട്രേഷനും ഒക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം ചെക്ക് ലിസ്റ്റാണ് ഇവിടുത്തെ ഓപ്ഷൻ എന്നത്. 77 ചെക്ക് ലിസ്റ്റാണ്. ഇനി 78th ക്വസ്റ്റ്യൻ, ദ വൺ ഹൂ റിസീവ് ദ മെസ്സേജ് ഈസ് നോൺ ആസ്. മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾ അല്ലേ, മെസ്സേജ് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബി ഓപ്ഷൻ ഡീകോഡർ ആണ് ആൻസർ. ഡീകോഡർ. ഇനി നമ്മളുടെ 79th ക്വസ്റ്റ്യൻ, which scientific method often focuses on generating new hypotheses and theories. New hypotheses and theories ജനറേറ്റ് ചെയ്യുന്നത് ത്രൂ ദിസ് ഇൻഡക്റ്റീവ് മെത്തേഡിലൂടെയാണ്. ഇൻഡക്റ്റീവ് മെത്തേഡിലൂടെയാണ് നമ്മൾ ന്യൂ തിയറീസും ഹൈപ്പോത്തസിസും ഒക്കെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത് ത്രൂ ദിസ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ബി ഓപ്ഷൻ ആയിരിക്കണം റൈറ്റ് വൺ. ഇനി നമ്മളുടെ 80th ക്വസ്റ്റ്യൻ, ദ ഓൺലി സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതായത് എൻട്രി ഇൻ ടു ദ റിസർച്ച് സെറ്റിംഗ്, അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് സംഭവിക്കുന്നത്. ഗെറ്റിംഗ് എൻട്രി ഇൻ ടു ദ റിസർച്ച് സെറ്റിംഗ്, എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, 81st ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് എ ലിറ്ററേച്ചർ ഓഫ് റിവ്യൂ ഈസ് ഡിഫൈൻ ദ പ്രോബ്ലം ഓഫ് റിവ്യൂ, ഐഡൻറ്റിഫൈ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ പ്രീവിയസ് സ്റ്റഡീസ്, ഹെൽപ്പ് ഇൻ ഓപ്പറേഷണൽ ഡെഫിനിഷൻ, ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസിനകത്ത് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. ഓക്കെ, ഒന്നാമത് ടു ഡിഫൈൻ ദ പ്രോബ്ലം ആയിരിക്കാം. ഓക്കെ, അത് ശരിയാണ്. പ്രോബ്ലം ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഐഡൻറ്റിഫൈ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ പ്രീവിയസ് സ്റ്റഡീസ്, അതറിയാൻ വേണ്ടി നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഹെൽപ്പ് ഇൻ ഓപ്പറേഷണൽ ഡെഫിനേഷൻ, അതിന് നമ്മളെ സഹായിക്കാറുണ്ട് ദിസ് ലിറ്ററേച്ചർ റിവ്യൂ. ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആയിരിക്കണം ആൻസർ ആയിട്ട് വരേണ്ടത്. ആൻസർ ഡി ആണ്. ഇനി 82nd ക്വസ്റ്റ്യൻ, the research design in which the area of inquiry is the manner by which people make sense of social interactions. ഇതൊരു റയർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമ്മളുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് സ്റ്റഡി, ഈ ഫിനോമിനോളജി, ഗ്രൗണ്ടഡ് തിയറി, കേസ് സ്റ്റഡിയൊക്കെ പഠിക്കുമെങ്കിലും നമ്മൾ എടുത്ത് പഠിക്കാത്ത ഒന്നാണ് ഈ സിംബോളിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിംബോളിക് ഇൻട്രാക്ഷൻ ആണ് ഈ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ഇത് റിസർച്ച് ഡിസൈൻ ഇൻ വിച്ച് ദ ഏരിയ ഓഫ് എൻക്വയറി ഈസ് ദ മാനർ ബൈ വിച്ച് പീപ്പിൾ മേക്ക് സെൻസസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ, ദാറ്റ് ഈസ് സിംബോളിക് ഇൻട്രാക്ഷനിസം ആണ്. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഇനി 83rd ക്വസ്റ്റ്യൻ, മോഡറേറ്റ് കൺട്രോൾ, മോട്ടിവേഷൻ, അവാർഡ്സ്, interactive communication and group decision making are the characteristic feature of. ഏത് ടൈപ്പ് ലീഡറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം മോഡറേറ്റ് കൺട്രോൾ വരുന്നത് ആർക്കാണ്? നമ്മളുടെ ഡെമോക്രാറ്റിക് ലീഡറിനാണ് അല്ലേ? ഡെമോക്രാറ്റിക് ലീഡറിനാണ് മോഡറേറ്റ് കൺട്രോൾ വരുന്നത്. അതാണ് നമ്മുടെ നഴ്സിംഗിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏതാണ്? ഡെമോക്രാറ്റിക് ലീഡർഷിപ്പാണ്. ഓക്കെ, ഈ ലേസസ് ഫെയർ നമ്മുടെ ഇവിടെ എത്ര കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത, നഴ്സിംഗിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ലീഡർഷിപ്പ് സ്കില്ലാണ് ലേസസ് ഫെയർ ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഏതായിരിക്കും? ഡെമോക്രാറ്റിക് ലീഡർ ആയിരിക്കും. ബി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് വൺ. ഇനി നമ്മളുടെ 84th ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ്
absconding patient in night duty, a responsibility of the nurse is to inform the matter immediately to. അത് നമ്മൾ കൊടുക്കേണ്ട ആർക്കാണ്? ഇമ്മീഡിയറ്റ്ലി നമ്മൾ അത് ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് നഴ്സിംഗ് ഷിഫ്റ്റ് സൂപ്പർവൈസറിനാണ്. നഴ്സിംഗ് ഷിഫ്റ്റ് സൂപ്പർവൈസർ. സി ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. 85th question. Which of the following department is responsible for recruitment, hiring, employees and employee benefit? ഇവിടെ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് അതിനകത്ത് വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. സോ 85 ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി നമ്മളുടെ 86th ക്വസ്റ്റ്യൻ. SWOT അനാലിസിസ് റെഫേഴ്സ് ടു. SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കാം? എ ഓപ്ഷൻ ആയിരിക്കാം അത്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്. സോറി, എ അല്ല, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട്. ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ബി ഇസ് ദ റൈറ്റ് വൺ. ഓക്കെ, ബി ഇസ് ദ റൈറ്റ് വൺ. ഓക്കെ, ഇനി നമ്മളുടെ 87th ക്വസ്റ്റ്യൻ. പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് യൂക്കാരിയോട്ടിക് ഓർഗാനിസം മേഡപ്പ് ഓഫ്. അതൊരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ മതി നമുക്ക് ഈ ഓപ്ഷനിലുണ്ടോ എന്ന്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ അത് എ ഓപ്ഷൻ ആണ്. 88 ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ് ഓഫ് ബ്ലഡ് ഈസ്. ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റിനെ നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുന്നു. അപ്പോൾ ബി ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. ബി ഇസ് ദ റൈറ്റ് വൺ. 89th ക്വസ്റ്റ്യൻ. ഇത് ഹെയറിംഗ് ബ്രൂവർ റിഫ്ലക്സ്. ഹെയറിംഗ് ബ്രൂവർ റിഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ദ ഹെയറിംഗ് ബ്രൂവർ റിഫ്ലക്സ് എന്ന് പറയുന്നത് വിച്ച് ഒക്കേഴ്സ് വെൻ സ്ട്രെച്ച് റിസപ്റ്റർ ഇൻ ദ ലങ് സെൻഡ് സിഗ്നൽ ദാറ്റ് ഇൻഹിബിറ്റ് ദ റെസ്പിറേറ്ററി സെൻറ്റർ. അതിനെയാണ് നമ്മളിത് വിളിക്കുന്നത് ഹെയറിംഗ് ബ്രൂവർ റിഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം. വിച്ച് ഒക്കേഴ്സ് വെൻ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഇൻ ദ ലങ് സെൻഡ് സിഗ്നൽസ് ദാറ്റ് ഇൻഹിബിറ്റ് ദ റെസ്പിറേറ്ററി സെൻറ്റർ. ഓക്കെ, ഇനി നമ്മളുടെ 90th ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. 90th ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽസ്. അത് 11 പെയേഴ്സ് ആണ് നമുക്കുള്ളത്. 11 പെയേഴ്സ് ആണ് നമുക്കുള്ളത് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഓക്കെ, ഇനി നമ്മളുടെ 91st ക്വസ്റ്റ്യൻ. മെയിൻ അബ്ഡക്ടർ മസിൽ ഓഫ് ദ അപ്പർ ലിംബ്. അത് നമുക്കറിയാം, നമ്മളുടെ ഡെൽറ്റോയിഡ് തന്നെയാണ് ആൻസർ. ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഡെൽറ്റോയിഡ് ഈസ് ദ റൈറ്റ് വൺ. ഇനി നമ്മളുടെ 92nd ക്വസ്റ്റ്യൻ. ലോങ്സ്റ്റ് മസിൽ ഇൻ ദ ബോഡി. ലോങ്സ്റ്റ് മസിൽ ഏതാണ്? നമ്മുടെ സാർട്ടോറിയസ് ആണ് ലോങ്സ്റ്റ് മസിൽ എന്ന് പറയുന്നത് അല്ലേ. ലോങ്സ്റ്റ് മസിൽ ഈസ് ദ സാർട്ടോറിയസ്. സ്ഥിരം നമ്മൾ പഠിക്കുന്നതാണ് അതൊക്കെ. ഇനി നമ്മളുടെ 93rd ക്വസ്റ്റ്യൻ. ദ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് പത്തോജൻസ് ഫ്രം എനി ആർട്ടിക്കിൾ സർഫസ് ഓർ മീഡിയം ഈസ് നോൺ ആസ്. എന്താണ് നമ്മളുടെ? ഡിസിൻഫെക്ഷൻ ആണ്. ഡിസിൻഫെക്ഷൻ ആണ് നമ്മുടെ ആൻസർ. സി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഇനി 94th ക്വസ്റ്റ്യൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മൈക്രോസ്കോപ്പ് ഈസ്. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ആന്റൺ വോൺ ലിവൻഹൂക്ക് ആണ് അല്ലേ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ആണ് നമ്മളുടെ ബി ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോൺസ് ആർ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ ഇൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പ്. അത് നമുക്കറിയാം, നമ്മൾ മൈക്രോബയോളജി പഠിച്ചിട്ടുണ്ട് അല്ലേ. നോൾ ആൻഡ് റസ്ക ഡെവലപ്ഡ് ഇലക്ട്രോ മൈക്രോസ്കോപ്പ്. നമ്മളുടെ ഈ ലിവൻഹൂക്ക് കണ്ടുപിടിച്ച ഒരു ഇലക്ട്രോ മൈക്രോസ്കോപ്പ് അല്ലായിരുന്നു, പക്ഷേ നോൾ ആൻഡ് റസ്ക കണ്ടുപിടിച്ചത് ഒരു ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ആയിരുന്നു. ഓൾ ദി അബോ ആർ മൈക്രോസ്കോപ്പിനെ റിലേറ്റ് ചെയ്തിട്ടെല്ലാം ശരിയാണ്. ഓക്കെ, സോ ഡി ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. 95th ക്വസ്റ്റ്യൻ. കറക്റ്റ് റിഗാർഡിംഗ് കോക്കയർ. കോക്കയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ് നമ്മൾ കോക്കയ എന്ന് വിളിക്കുന്നത്. അത് ചെയിനായിട്ടും കാണും, ക്ലസ്റ്ററായിട്ടും കാണും. ചെയിനായിട്ട് കാണുന്നതിന് എന്ത് വിളിക്കും നമ്മൾ? അതിന് നമ്മൾ സ്ട്രെപ്റ്റോ കോക്കയ എന്ന് വിളിക്കും അല്ലേ. കോക്കയ പ്രസന്റ് ഇൻ ചെയിൻ. ഇനി അത് ക്ലസ്റ്ററായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെഫിലോ കോക്കയ എന്ന് വിളിക്കും. അപ്പോൾ ഓൾ ദി അബോ ആണ് ഇവിടെയും റൈറ്റ് ആയിട്ട് വരുന്നത്. ഡി ഇസ് ദ റൈറ്റ് വൺ. 96th ക്വസ്റ്റ്യൻ. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് യൂസ്ഡ് ഫോർ TB ഈസ്. അതാണ് നമ്മുടെ മാൻഡോക്സ് ടെസ്റ്റ് ആണ്. പക്ഷേ ഇപ്പം നമ്മൾ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഏത്? CB നാറ്റ് അല്ലേ. CB നാറ്റ്. അതിൻ്റെ ഇന്ത്യൻ വെർഷൻ ഏതാണ്? ട്രൂ നാറ്റ്. ഇതൊക്കെ TBയുടെ ടെസ്റ്റുകൾ തന്നെയാണ് അല്ലേ. കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, അതാണ് നമ്മുടെ CB നാറ്റ്. കാട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ഓക്കെ, അത് അതിൻ്റെ ഇന്ത്യൻ വെർഷൻ ആണ് ഇത്. ഇൻഡിജിനസ് ആയിട്ടുള്ള ടെസ്റ്റാണ് ഇത് ട്രൂ നാറ്റ്. ഈ CB നാറ്റ് ജീൻ എക്സ്പെർട്ട് എന്നുള്ള പേരിലായിരുന്നു ആദ്യം വന്നത്. ജീൻ എക്സ്പെർട്ട്. ഓക്കെ, ഇതൊരു അമേരിക്കൻ മെഷീനാണ്. അത് പിന്നീട് നമ്മൾ ഇന്ത്യൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ചിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു. അതാണ് ഇത് നമ്മളുടെ ട്രൂ നാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 96th ക്വസ്റ്റ്യൻ. എ ആണ് ആൻസർ. ഡെഫിഷ്യൻസി ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് കോസ്.
അത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കും, ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാക്കും, റിപ്രൊഡക്റ്റീവ് ഫെയിലർ ഉണ്ടാക്കും. ഓൾ ദി എബോവ് ആയിരിക്കണം ആൻസർ. ഡി ഇസ് ദ റൈറ്റ് വൺ. ഡി ഇസ് ദ റൈറ്റ് വൺ. ഓക്കെ. ഇനി നമ്മുടെ 98th ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് എസെൻഷ്യൽ അമിനോ ആസിഡ് ഈസ് ആർ ഡെഫിഷ്യന്റ് ഇൻ പൾസസ്. പൾസസിൽ ഇല്ലാത്ത അമിനോ ആസിഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പൾസസിൽ ഇല്ലാത്ത അമിനോ ആസിഡ് നമുക്കറിയാം, അത് മീഥിയോനിൻ ആണ് പൾസസിൽ ഇല്ലാത്ത അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദ അമിനോ ആസിഡ് വിച്ച് ഈസ് ഡെഫിഷ്യന്റ് ഇൻ, അല്ലെങ്കിൽ ദ ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഇൻ പൾസസ്. ഓക്കെ, ദാറ്റ് ഈസ് മീഥിയോനിൻ. പക്ഷേ നമ്മളുടെ വീറ്റിനകത്ത് ദ ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഇൻ ദ വീറ്റ്, ദാറ്റ് ഈസ് ലൈസിൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ലൈസിൻ ഈസ് ദ ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഇൻ ദ വീറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ട്രിപ്റ്റോഫാൻ, ഇത് മെയ്സിൽ ലിമിറ്റിംഗ് ആയിട്ടുള്ള അമിനോ ആസിഡ്. ഇതൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ 99th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദീസ് അമിനോ ആസിഡ്സ് കനോട്ട് ഹാവ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഇത് നമ്മൾ ഇപ്പോഴത്തെ പരീക്ഷകളൊന്നും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറില്ല. ഇത് പണ്ട് കാലത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, ഗ്ലൈസിൻ ആണ്. ഓക്കെ, ഗ്ലൈസിൻ. ഇത് പക്ഷേ നമ്മുടെ ബയോകെമിസ്ട്രിയിൽ വരുന്നതാണ്. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് കനോട്ട് ഹാവ് ഒപ്റ്റിക്കൽ ഐസോമർ, ദാറ്റ് ഈസ് ഗ്ലൈസിൻ. ഓക്കെ, നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ക്യാൻ ബി മെയ്ഡ് സ്പെസിഫിക് ഫോർ എ ഗിവൺ പ്രോട്ടീൻ. ഇത് നമ്മുടെ ബയോകെമിസ്ട്രിയിൽ വരുന്നതാണ്. നമ്മൾ ക്രൊമാറ്റോഗ്രാഫിയുടെ ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ ക്രൊമാറ്റോഗ്രാഫി, അഫിനിറ്റി ക്രൊമാറ്റോഗ്രാഫിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ ക്യാൻ ബി മെയ്ഡ് സ്പെസിഫിക് ഫോർ എ ഗിവൺ പ്രോട്ടീൻ. അതായത് ഓരോ പ്രോട്ടീനും സ്പെസിഫിക് ആയിട്ടുള്ള നമ്മളുടെ ടെക്നിക്, ദാറ്റ് ഈസ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രാഫിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 100 ക്വസ്റ്റ്യൻ നമ്മൾ SET സെക്കൻഡ് ഫേസ് സ്കോളർഷിപ്പ് എക്സാമിനേഷന് വേണ്ടി കണ്ടക്ട് ചെയ്ത എക്സാമിനേഷൻ ഉണ്ടായിരുന്ന 100 ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ്. അതിൻ്റെ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ തിയറി ക്ലാസ്സുകളിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ നമ്മളുടെ ഈ തിയറി ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതി നമുക്ക് അവലംബിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിക്കുന്നു, കുറച്ച് തിയറി എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നു, കുറച്ച് മെറ്റീരിയൽസ് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നത് നമ്മളിങ്ങനെ വായിച്ചു പോകുന്നു. നമ്മളതൊന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിയറി ക്ലാസ്സും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അത് കൊണ്ടുപോയാലേ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മളുടെ SET സെക്കൻഡ് ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.